അപ്പോൾ ഹലോ മച്ചാമാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഫ്രീ ഫയറിൽ നിന്ന് ക്രോണോ ക്യാരക്ടർ റിമൂവ് ആയതുപോലെ തന്നെ നമ്മുടെ അലോ ക്യാരക്ടറും റിമൂവ് ആവോ ഇല്ലയോ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടുമിക്ക പ്ലേയേഴ്സിനും ഈ ഡൗട്ട് ഉണ്ട്, നമ്മുടെ ഫ്രീ ഫയറിൽ നിന്ന് അലോ ക്യാരക്ടർ റിമൂവ് ആവുമോ എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ CR7 എന്ന ക്യാരക്ടർ ഒരു കൊളാബറേഷനിലൂടെ ആയിരുന്നു നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വന്നത്. അലോക്കും അതുപോലെ കൊളാബറേഷനിലൂടെ വന്ന ഒരു ക്യാരക്ടർ ആയതിനാൽ CR7 റിമൂവ് ആയതുപോലെ തന്നെ ഈ അലോക്കും റിമൂവ് ആവുമോ എന്നുള്ളത് ഒട്ടുമിക്ക പ്ലേയേഴ്സിൻ്റെ ഡൗട്ടാണ്. അപ്പോൾ ഈ ഡൗട്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1K ആണ്. അപ്പം അലോ ക്യാരക്ടർ നമ്മുടെ ഫ്രീ ഫയറിൽ നിന്ന് ഒരിക്കലും റിമൂവ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CR7 അതുപോലെ തന്നെ ഹൃത്തിക് റോഷൻ എന്ന സെലിബ്രിറ്റി ക്യാരക്ടേഴ്സ് ഒക്കെ ഫ്രീ ഫയറിലേക്ക് വന്നപ്പോൾ അവരുടെയൊക്കെ നെയിംസിന് ചേഞ്ച് വരുത്തിയിട്ട് ജെ എന്നും ക്രോണോ എന്നും ഒക്കെ കൊടുത്തിട്ടായിരുന്നു കൊണ്ടുവന്നത്. പക്ഷേ അലോക്കിന്റെ പേര് തുടക്കം തൊട്ടേ അങ്ങനെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അലോക്ക് ഒരു പെർമനന്റ് കൊളാബറേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ നിന്ന് അലോക്ക് ഒരിക്കലും റിമൂവ് ആവത്തില്ല. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സോണിയ ഡിമിട്രിയും റിമൂവ് ആകുമോ എന്നതിനെ കുറിച്ചായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ.